മോനും ആരതി മോളും കൂടെ കട്ട് ചെയ്താൽ മതി. കേസ് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇത് മുറിക്കേണ്ടത് അമ്മയാ. അമ്മ മുറിക്കാൻ. ഈ പരസ്പര ധാരണകൾ ഒരു ഭാഗ്യമാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ. ശിശിരെ നേരെയാക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് എന്റെ ശ്രമങ്ങൾ അതിനായിരിക്കും. അവന്തികയ്ക്ക് നേരെയുള്ള നീക്കം, അതിന് തന്റെ കൂടെയുള്ള യാത്ര, ഇപ്പൊ അതേ എന്റെ മനസ്സിലുള്ളൂ. സമൃദ്ധ, നാളെ നമ്മൾ കാഞ്ചനയും അമ്മയും കാണുന്നു. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ മതി. ഓ, 4 പേർക്കും ചായ. ശരി സാർ. വീടൊഴിയുന്ന കാര്യം ഞങ്ങൾ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നന്നായി. അനിരുദ്ധേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കാം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അവന്തികയെ വീഴ്ത്താൻ സാധിക്കൂ. പുലിയെ അതിന്റെ മടയിൽ പോയി കൊല്ലണമെന്നാണല്ലോ പറയുന്നത്. അവന്തികയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ നമുക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാ നിങ്ങൾ ആ വീടിനകത്ത് കയറണമെന്ന് പറഞ്ഞത്. അത് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 പേർക്കും 2 തരത്തിൽ പ്രധാനമായിട്ടുള്ള റോളുകളാണ് അവിടെ ചെയ്യാനുള്ളത്. രാജീവ് അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും. ആദ്യം ഒന്നും അറിയാത്ത പോലെ അവന്തികയുടെ അടുത്ത് അഭയം തേടണം. അവന്തികയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കാഞ്ചനെ പോലെ ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും കഴിയും. ഞങ്ങൾ പറയുന്നതൊക്കെ അവന്തിക വിശ്വസിക്കുമോ? വിശ്വസിപ്പിക്കണം. അത് നിങ്ങളുടെ മിടുക്ക. അവന്തിക്ക് നിങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, SP ഓഫീസിൽ നിന്നാ, ഞാനൊന്ന് എടുത്തോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഇല്ല സാർ, സ്റ്റേഷന് പുറത്താ. ഓക്കെ സാർ, 1/2 മണിക്കൂറിനകത്താം. ശരി സാർ. എനിക്ക് അത്യാവശ്യമായിട്ട് SP ഓഫീസ് വരെ പോണം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ മതി. ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അമ്മയും എല്ലാരും ഉണ്ടല്ലോ. എന്താ ചേച്ചി, എന്തു പറ്റി? ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി ചേച്ചി. എല്ലാവർക്കും വേണ്ടതൊക്കെ ഓർഡർ ചെയ്തോ? അമ്മയ്ക്ക് എന്താ അമ്മ വേണ്ടേ?
എനിക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ ഐറ്റം മതി മോളെ. ആ അല്ലെങ്കിലേ കഴിഞ്ഞ ദിവസം മോളെ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നില്ലേ, എന്തായിരുന്നു? ഏത് മഷ്റൂം ആ ബിരിയാണി? അതായാലും മതി, അത് മതി. എന്നാ അത് തന്നെ ഓർഡർ ചെയ്യാം. ആ ആയിക്കോട്ടെ. ആയിഷ ചേച്ചിയെ കൂടെ വിളിക്കാറുന്നല്ലേ? എടി നീ ഇപ്പൊ ഒന്ന് വിളിച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കേ. ഞാൻ വിളിക്കാം. ചായ കുടിക്കേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ചോളാം. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. ആ ശരി. മോളുടെ ധൈര്യത്തിലാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്. അതൊന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ ജയിക്കും. ശരി മോളെ. ആ ഹായ് ചേച്ചി. ഹായ്. ചേച്ചി എന്താ ലേറ്റ് ആയത്? ഓർഡർ ചെയ്ത കേക്ക് കിട്ടാൻ വൈകി. കേക്ക് കട്ട് ചെയ്ത് വിജയം ആഘോഷിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. മോളെ ആയിഷ മോളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ബെല്ലുണ്ടായിരുന്നു, അമ്മ എടുക്കുന്നില്ല. ആ എന്നാ നമുക്ക് കേക്ക് മുറിക്കാം. അമ്മേ, അമ്മ തന്നെ കേക്ക് കട്ടി. ഏയ് വേണ്ട, മോനും ആരതി മോളും കൂടെ കട്ട് ചെയ്താൽ മതി. കേസ് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇത് മുറിക്കേണ്ടത് അമ്മയാ. വാ അമ്മേ, മുറിക്കാം.